ಹೆಣ್ಮಕಜೆ ಪಂಚಾಯತಿನ ಪೆರ್ಲ ಆರೋಗ್ಯ ಕೇಂದ್ರದವರು ನಮ್ಮೊಟ್ಟಿಗಿದ್ದಾರೆ. ಆರೋಗ್ಯಕ್ಕೆ ಸಂಬಂಧಿಸಿದಂತೆ ಸೇವೆಯನ್ನು ನೀಡ್ತಾ ಬಂದಿದ್ದಾರೆ. ಬನ್ನಿ ಅವರಲ್ಲಿ മാഹിതിಯನ್ನು കേൾക്കൊള്ളೋಣ. പെർലയിൽ നിന്ന് 5 സ്റ്റാഫും 2 ആശമാരുമാണ് വന്നേക്കുന്നത്. 2 ഷിഫ്റ്റായിട്ടാണ് 9 മണി തൊട്ട് 3 മണി വരെ, 3 മണി തൊട്ട് പ്രോഗ്രാം തീരുന്നവരെ, അങ്ങനെ 2 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. ഇപ്പം നിലവിൽ ഇന്ന് 4ാമത്തെ ദിവസമാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്, ഹെൽത്തിൻ്റെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളിവിടെ അവർക്ക് ഫസ്റ്റ് എയ്ഡും അതേപോലെ ഛർദിലോ പനിയോ വല്ലതും ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിക്കോഷൻസിന് ഗുളിക മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ചില ടീച്ചേഴ്സ് പാരൻസ് എല്ലാം പ്രഷർ ഇതുമായിട്ട് നോക്കാനായിട്ട് വരുന്നുണ്ട്. എല്ലാം ഇതായിട്ട് നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ അതേപോലെ സാനിറ്റേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റോള്, ഫുഡ് പാചകം ചെയ്യുന്ന സ്ഥലം, എല്ലാ ഭാഗങ്ങളും നമ്മൾ പോയി വിസിറ്റ് ചെയ്തു. എല്ലാം അണ്ടർ സർവൈലൻസിലാണ്. ನಾವು ಶೇಣಿಗೆ ಇದು ಮಕ್ಕಳ ಕಾರ್ಯಕ್ರಮ ಕಲೋತ್ಸವದ ಬಗ್ಗೆ ಈ ಕಡೆ ಹೆಲ್ತ್ ಡಿಪಾರ್ಟ್ಮೆಂಟಿಂದ ಬಂದಿದ್ದೇವೆ. ಮಕ್ಕಳಿಗೆ ಯಾವುದಾದ್ರೂ ಆರೋಗ್ಯ ಸಮಸ್ಯೆ ಉಂಟಾಗೋದಿದ್ದರೆ ಅದಕ್ಕೆ ನಾವು ಫಸ್ಟ್ ಏಡ್ ಥರ ಹೆಲ್ಪ್ ಮಾಡಲಿಕ್ಕೆ, ಮತ್ತು ಇದು ಇಲ್ಲಿ ಬಂದ ಗೆಸ್ಟ್ ಯಾರಾದರೂ ಅದಿಲ್ಲಾದರೆ ಇದು ಪೇರೆಂಟ್ಸ್ಗಳು ಯಾರಾದರೂ ಅವರು ಬಂದರೂ ಅವರಿಗೆ ಕೂಡ BP ಶುಗರ್ ನೋಡುವ ಈ ಫೆಸಿಲಿಟಿ ಕೂಡ ಇದೆ. ಕಲೋತ್ಸವ ನಗರಿಯಲ್ಲಿ ಕಳೆದ 3 ದಿನಗಳಿಂದ ಅತ್ಯಂತ ಸರ್ವಸಜ್ಜಾಗಿ ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ ಹೆಣ್ಮಕಜೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಕುಟುಂಬ ಆರೋಗ್ಯ ಕೇಂದ್ರದ ಉದ್ಯೋಗಸ್ಥರು ಮತ್ತು ಸಿಬ್ಬಂದಿಗಳು. ಅದೇ ರೀತಿ ನಮಗೆ ನಮ್ಮ ಕಲೋತ್ಸವದ ನಗರಿಯಲ್ಲಿ ವಿದ್ಯಾರ್ಥಿಗಳ ಕ್ಷೇಮಕ್ಕಾಗಿ, ಆರೋಗ್ಯ ಒಂದು ಸ್ವಾಸ್ಥ್ಯ ಸಂಕಲ್ಪಕ್ಕಾಗಿ ಕಲೋತ್ಸವದ ಈ ಸಂದರ್ಭದಲ್ಲಿ ಆಂಬುಲೆನ್ಸನ್ನು ಕೂಡ ಸಜ್ಜುಗೊಳಿಸಿ ನಮ್ಮ ಜೊತೆ ಆಗ್ತಾ ಇದ್ದಾರೆ ನಮ್ಮ പെർല കുടുംബ ആരോഗ്യ കേന്ദ്ರದ സിಬ್ಬന്ദിಗಳು. ബന്നി അവರ അഭിപ്രായಗಳನ್ನು ತಿಳಿದುಕೊಳ್ಳೋಣ. ಹೆಣ್ಮಕಜೆ ಗ್ರಾಮ ಪಂಚಾಯത്തിൻ്റെ പരിധിയിലുള്ള ഷേണി സ്കൂളിൽ വെച്ച് 18, 19, 20 തീയതികളിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി പെർല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ಹೆಣ್ಮಕಜೆ ഗ്രാമപഞ്ചായത്തിൻ്റെയും സ്കൂൾ അധികൃതരുടെയും മാനേജ്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. അതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടറുടെയും നഴ്സിംഗ് ഓഫീസറുടെയും ഒരു അറ്റൻഡറുടെയും സേവനത്താൽ ഫസ്റ്റ് എയ്ഡ് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുപോലെ സാനിറ്റേഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കടകൾക്കും പിന്നെ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും ഹെൽത്ത് കാർഡുകൾ എല്ലാവർക്കും കൊടുക്കുകയും വാട്ടർ സാമ്പിളിന് പരിശോധിക്കുകയും അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ ജലം ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ. പിന്നെ ക്ലോറിനേഷൻ സമീപത്തുള്ള എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. 9, 18, 19, 20 തീയതികളിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി പെർല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ಹೆಣ್ಮಕಜೆ ഗ്രാമപഞ്ചായത്തിൻ്റെയും സ്കൂൾ അധികൃതരുടെയും മാനേജ്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. അതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടറുടെയും നഴ്സിംഗ് ഓഫീസറുടെയും ഒരു അറ്റൻഡറുടെയും സേവനത്താൽ ഫസ്റ്റ് എയ്ഡ് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുപോലെ സാനിറ്റേഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കടകൾക്കും പിന്നെ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും ഹെൽത്ത് കാർഡുകൾ എല്ലാവർക്കും കൊടുക്കുകയും വാട്ടർ സാമ്പിളിന് പരിശോധിക്കുകയും അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ ജലം ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ. പിന്നെ ക്ലോറിനേഷൻ സമീപത്തുള്ള എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ನಮ್ಮ ಕಲೋತ್ಸವ ನಗರಿಯಲ್ಲಿ ಆಂಬುಲೆನ್ಸನ್ನು ಸಿದ್ಧಗೊಳಿಸಿ ನಮ್ಮ ಜೊತೆ ಆಗ್ತಾ ಇದ್ದಾರೆ ನಮ್ಮ ಹೆಣ್ಮಕಜೆ ಕುಟುಂಬ ಆರೋಗ್ಯ ಕೇಂದ್ರದ ಆಂಬುಲೆನ್ಸ್ ಡ್ರೈವರ್ ಆಗಿರುವಂಥ ಶ್ರೀ ಬಾಲಕೃಷ್ಣ ಸರ್ ಅವರು. ಇಲ್ಲಿ 18, 19, 20ನೇ ಕಲೋತ್ಸವದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬೇಕಾಗಿ ಪಂಚಾಯತಿನ ಅಧ್ಯಕ್ಷರು, ಕಾರ್ಯದರ್ಶಿಗಳು, ಅದೇ ರೀತಿ ಮೆಡಿಕಲ್ ಆಫೀಸರ ಪೂರ್ಣ ಸಹಕಾರದಿಂದ ಇಲ್ಲಿ ಈಗಿನ ಈ ವಾತಾವರಣಕ್ಕೆ ಅನುಸಾರವಾಗಿ ಬಿಸಿಲು ಬರ್ತಾ ಇದೆ, ಮಕ್ಕಳು ಆಟ ಆಡ್ತಾ ಇರ್ತಾರೆ. ಚಿಕ್ಕ ಮಕ್ಕಳಿನಿಂದ ಹಿಡಿದು ವಯಸ್ಕರವರೆಗೆ ಅವರಿಗೆ ಆರೋಗ್ಯದ ವಿಚಾರದಲ್ಲಿ ಅಥವಾ ಯಾವುದೇ ವಿಚಾರದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯಲ್ಲಿ ಕುಂದುಕೊರತೆಗಳು ಆಗಬಾರದು ಅನ್ನುವ ಉದ್ದೇಶದಿಂದ
ಇಲ್ಲಿ ಆರೋಗ್ಯ ಕೇಂದ್ರದ ಎಲ್ಲ ಸಿಬ್ಬಂದಿಗಳು ಪೂರ್ಣ ಸಹಕಾರದಿಂದ ಎಲ್ಲ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಬೆಳಿಗ್ಗೆ 8 ಗಂಟೆಗೆ ಪ್ರಾರಂಭಿಸಿ ರಾತ್ರಿ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ಮುಗಿದು ಎಲ್ಲರೂ ಮನೆಗೆ ಹೋಗುವ ತನಕ ಇಲ್ಲಿ ಎಲ್ಲರೂ ಜೊತೆಗೂಡಿ ಇದ್ದು ಇಲ್ಲಿಯವರೆಗೆ ಯಾವುದೇ ಒಂದು ಸಮಸ್ಯೆಗಳು ಬಾರದ ರೀತಿ ಪೂರ್ಣ ರೀತಿಯಲ್ಲಿ ನಾವು ಸಹಕರಿಸಿದ್ದೇವೆ ಅಂತ ಹೇಳಲಿಕ್ಕೂ ಇವತ್ತಿನ ಕಡೆಯ ದಿವಸ ಇವತ್ತು ತುಂಬ ಇಲ್ಲಿ ಬಿಸಿಲಿನ ವಾತಾವರಣ ಕೂಡ ಇದೆ. ಅದೇ ರೀತಿ ತುಂಬ ಜನರು ಕೂಡ ಬಂದಿರ್ತಾರೆ ಈ ಕಲೋತ್ಸವಕ್ಕೆ. ಅದಕ್ಕೋಸ್ಕರ ಅದಕ್ಕಿಂತ ಆರೋಗ್ಯ ಸಿಬ್ಬಂದಿಗಳು ತುಂಬ ಜಾಸ್ತಿ ಇವತ್ತು ಇಲ್ಲಿ ಬಂದಿರ್ತಾರೆ. ಪ್ರತಿಯೊಂದು ವಿಚಾರದಲ್ಲೂ ಕೂಡ ಒಳ್ಳೆ ರೀತಿಯ ಸಹಕಾರವನ್ನು ಕೊಡಲಿಕ್ಕೆ ನಾವು ಸದಾ ರೆಡಿಯಾಗಿದ್ದೇವೆ. ಇದುವರೆಗೆ ಯಾವುದೇ ರೀತಿಯ ಅಂಥದ್ದೊಂದು ಸಮಸ್ಯೆಗಳು ಇಲ್ಲಿ ಬರಲಿಲ್ಲ. ಅದಕ್ಕೆ ಬೇಕಾದ ಎಲ್ಲ ವ್ಯವಸ್ಥೆಗಳನ್ನು ಕೂಡ ನಾವಿಲ್ಲಿ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಇದಕ್ಕೆಲ್ಲ ತುಂಬ ಸಹಕರಿಸಿದಂಥ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾಗಿರ್ಬೋದು ಅಥವಾ ಪಂಚಾಯತ್ ಕಾರ್ಯದರ್ಶಿಗಳಾಗಿರ್ಬೋದು ಅಥವಾ ಮೆಡಿಕಲ್ ಆಫೀಸರ್ ಆಗಿರ್ಬೋದು ಅಥವಾ ನಮ್ಮ HI ಆಗಿರ್ಬೋದು ಎಲ್ಲ ಆರೋಗ್ಯ ಸಿಬ್ಬಂದಿಗಳಿಗೆ ನಾವು ತುಂಬ ಕೃತಜ್ಞತೆಗಳನ್ನು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇವೆ. ಕಲೋತ್ಸವದ ನಗರಿಯಲ್ಲಿ ಮಕ್ಕಳ ಆರೋಗ್ಯ ಪರವಾಗಿ ಉತ್ತಮ ಕಾಳಜಿ ವಹಿಸುತ್ತಿರುವಂತಹ ಈ ಒಂದು ತಂಡಕ್ಕೆ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ